എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനൽ വഴി നമ്മൾ ഇന്നു മുതൽ CPO WCPO എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ഹോട്ട് ടോപ്പിക്കുകളും മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറ്റുന്നത്ര കോഡുകളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലാത്ത ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. നമ്മുടെ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു മോക്ക് എക്സാമിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാ കിട്ടിയത്? 2021 T വത്സലയ്ക്ക്. ആർക്കാണ്? T വത്സലയ്ക്കാണ് കിട്ടിയത്. 2022 A സേതുമാധവൻ, 2023 SK വസന്തൻ, 2024 നമ്മുടെ NS മാധവനുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. അപ്പൊ 29ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്ക് എന്ന് ചോദിച്ചാൽ ആർക്കാ? അത് നമ്മുടെ P വത്സലയ്ക്കാണ്. ഓക്കെ, 30ാമത്തെ ആണെങ്കിൽ A സേതുമാധവൻ, 31ാമത്തത് SK വസന്തൻ, 32ാമത്തെ NS മാധവൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പിച്ചു വെച്ചാൽ മതി, ബാക്കി അങ്ങ് കിട്ടിക്കോളും കേട്ടോ. 2021, 22, 23, 24 ഈ ഇത്രയും ആളുകളെ എങ്ങനെ തിരിഞ്ഞു പോകാതെ പഠിക്കും? എങ്ങനെയാ? നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. എഴുന്നേൽക്കു വത്സ കേട്ടോ, എഴുന്നേൽക്കു വത്സ സേതു. ഓക്കെ, ഇതൊരു പുള്ളിയാണ്. സേതു എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആ പുള്ളിയുടെ അടുത്ത് നമ്മുടെ ദൈവം വന്നിട്ട് പറയുകയാണ്, എഴുന്നേൽക്കു വത്സ സേതു. ആരാ? വന്നു മാധവൻ കേട്ടോ. മാധവൻ ആരാ? കൃഷ്ണനല്ലേ. അപ്പൊ കൃഷ്ണൻ വന്നിട്ട് സേതുവിനെ വിളിക്കുകയാണ്, എഴുന്നേൽക്കു വത്സ സേതു വന്നു മാധവൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, എഴുന്നേൽക്കു എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരമാണ് എന്ന് ഓർക്കാനാണ്. നമ്മൾ എല്ലാ അവാർഡുകളും പഠിക്കുന്ന 2021 നിന്നാണ്. അപ്പൊ 2021 P വത്സല, 2022 സേതു, 2023 വസന്തൻ, 2024 NS മാധവൻ. കിട്ടൂലേ? ഈസി അല്ലേ? അപ്പൊ നമ്മുടെ ഈ P വത്സല റീസെന്റ് അന്തരിച്ച ഒരു വ്യക്തിയാണ്. 2023 നവംബർ 21 അന്തരിച്ചായിരുന്നു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എല്ലാ എക്സാമുകളിലും 2027 മിക്ക എക്സാമുകളിലും P വത്സലയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ്, പഠിച്ചു വെച്ചേക്കാം. അടുത്ത ഹരിവരാസനം പുരസ്കാരമാണ്. ഹരിവരാസനം പുരസ്കാരം 2021 വീരമണി രാജു, 2022 ആലപ്പി രംഗനാഥ്, 2023 ശ്രീകുമാരൻ തമ്പി, 2024 PK വീരമണിദാസൻ, 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പൊ നിങ്ങളിങ്ങനെ ഓർക്കുക, രാജുവിൽ നിന്ന് നമുക്ക് രാജാവ് എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. രാജുവിനെ നമുക്ക് രാജാവായിട്ട് കണക്ട് ചെയ്യാം. ആലപ്പിയിൽ നിന്ന് ആല് എന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ആല്, രാജാവ് ആല്. ശ്രീകുമാരൻ തമ്പിയുടെ തമ്പി എടുക്കാം, തമ്പി മതി നമുക്ക്. പിന്നെന്താണ്? വീരമണിദാസന്റെ ദാസൻ. ഞാനിവിടെ വീരമണിനെ ഒഴിവാക്കിയ 2 വീരമണി ഉണ്ട്, അതുകൊണ്ടാണ് വീരമണിനെ അങ്ങ് ഒഴിവാക്കിയത്. രാജുവും ദാസനും. ഓക്കെ, അത് കണക്ട് ചെയ്ത് വെച്ചാൽ ദാസൻ. അതിനുശേഷം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ കൈതപ്രത്തിലെ കൈത എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, കൈത. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. രാജാവ് ആലിൻ ചോട്ടില് തമ്പിയുടെ ദാസന്റെ കൈ തടവിയിട്ട് ഹരിവരാസനം പാടി എന്ന് ഓർത്താൽ മതി. എന്താണ്? രാജാവ് ആൽച്ചുവട്ടില് തമ്പിയുടെ ദാസന്റെ കൈയും തടവി ഹരിവരാസനം പാടി. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ അത് ഹരിവരാസനം പുരസ്കാരമാണെന്ന് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. രാജാവ് ആൽച്ചുവട്ടില് തമ്പിയുടെ ദാസന്റെ കൈ തടവി, അപ്പൊ കൈതപ്രം കിട്ടൂലേ? കൈ തടവി ഹരിവരാസനം പാടി ഹരിവരാസനം പുരസ്കാരം. ഓക്കെ, ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഇനി ഓടക്കുഴൽ പുരസ്കാരം. 2021 കിട്ടിയത്, 2021 51ാമത്തെ പുരസ്കാരം എന്നത് ഓർത്തു വെക്കുക എളുപ്പമാണ്. 2021 51ാമത്തത്. ഓക്കെ, ബാക്കി ആ ഓർഡറിലങ്ങ് പോയാൽ മതി. 2021 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് സാറ ജോസഫിനാണ്. കൃതി ഏതാണ്? ബുധിനി എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. 2022 ഓടക്കുഴൽ പുരസ്കാരം 52ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് അംബിക സുധൻ മങ്ങാടിനാണ്. കൃതി ഏതാണ്? പ്രാണവായു. ഓക്കെ, അപ്പൊ ഓർത്തു വെച്ചേക്ക. സാറ ജോസഫിന് 2021 എന്ത് കിട്ടി? ബുധിനിക്ക് എന്ത് കിട്ടി? ഓടക്കുഴൽ പുരസ്കാരം കിട്ടി. 2022 അംബിക സുധൻ മങ്ങാടിന് ഓടക്കുഴൽ പുരസ്കാരം കിട്ടി. 2023 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് PN ഗോപികൃഷ്ണനാണ്.
ഏതാണ്? കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. അതുപോലെ 2024 54ാമത്തെ ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് നമ്മുടെ കെ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. കൃതി ഏതാ? ഗോപ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതും ഒന്ന് ഓർത്തു വെക്കാം. 2021 തൊട്ട് 24 വരെയുള്ള ഓടക്കുഴൽ അവാർഡ് പഠിക്കാനുള്ള കോഡാണ്. പഠിച്ചു വെച്ചേക്ക. സാറേ, ഓക്കെ, സാറേ അംബിക, ഓക്കെ, സാറേ അംബിക ഗോപിയോടൊപ്പം, ഓക്കെ, ഗോപിയോടൊപ്പം അരവണ തിന്നാനോടി, ഓക്കെ, അരവണ തിന്നാനോടി, ഓക്കെ, ഓടി. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഡീകോഡ് ചെയ്യാം? സാറേ എന്ന് പറഞ്ഞ 2021 സാറ ജോസഫ്, 2022 അംബിക സുധൻ മങ്ങാട്, 2023 PN ഗോപി കൃഷ്ണൻ, 2024 അരവിന്ദാക്ഷൻ, ഓക്കെ, കെ അരവിന്ദാക്ഷൻ. ഓടി എന്നതിൽ നിന്ന് ഓടക്കുഴൽ പുരസ്കാരമാണെന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പുരസ്കാരം ഏതാണെന്ന് തിരിഞ്ഞു പോകില്ല. 2021 തൊട്ട് 24 വരെയും കിട്ടും. അപ്പൊ ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു പേജ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം എന്താണ് കോഡ്? എഴുന്നേൽക്കു വത്സാ സേതു വന്നു മാധവൻ എന്ന് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് 21 തൊട്ട് 24 വരെ ഉള്ളതും കിട്ടും. ഇനി ഹരിവരാസനം പുരസ്കാരം എന്താ? രാജാവ് ആലിന്റെ ചോട്ടിൽ തമ്പിയുടെ ദാസന്റെ കയ്യും തടവി ഹരിവരാസനം പാടി എന്ന് ഓർത്തു വെച്ചാല് ഹരിവരാസനം 2021 തൊട്ട് 25 വരെ ഉള്ളതും കിട്ടും. ഇനി ഓടക്കുഴലിന്റെ കോഡ് എന്താ? ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ കോഡ് സാറേ അംബിക ഗോപിയോടൊപ്പം അരവണ തിന്നാനോടി എന്ന് പഠിച്ചു വെച്ചാൽ ഓടക്കുഴൽ അവാർഡും 2021 തൊട്ട് 24 വരെ ഉള്ളത് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മാതൃഭൂമി പുരസ്കാരമാണ്. മാതൃഭൂമി 2021 കൊടുത്തില്ല എന്നുള്ളിടത്തെല്ലാം നമ്മൾ ഇല്ല എന്നാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാണ്. അപ്പൊ 2021 ഇല്ല. 2022 സേതു മാധവൻ, ഓക്കെ, 2023 സക്കറിയ, 2024 സാറ ജോസഫിനുമാണ് കിട്ടിയത്. മാതൃഭൂമി പുരസ്കാരം 2021 കൊടുത്തില്ല. 2022 സേതു മാധവൻ, 2023 സക്കറിയ, 2024 സാറ ജോസഫ്. ഇനി ഇത് നമ്മൾ എങ്ങനെ ഓർത്തു വെക്കും? ഓക്കെ, നമുക്ക് മാതൃഭൂമിനെ മാതൃ എന്ന് പറയുമ്പോൾ അമ്മയല്ലേ, അപ്പം അമ്മ അല്ലെങ്കിൽ മാതാവ് അങ്ങനെ കണക്ട് വെച്ചാൽ മതി. മാതാവ്, ഓക്കെ, മാതാവ് അമ്മ അങ്ങനെ കണക്ട് വെച്ചാൽ മതി. മാതാവ്, ഓക്കെ. അപ്പൊ മാതാവിനെ വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇല്ലാതെ കണക്ക് കിടക്കട്ടെ. ഇനി 2022 സേതു മാധവനെ നമുക്ക് സേതുവിനെയും എടുക്കാം. ഓക്കെ, സേതു. ഇനി സക്കറിയുടെ കറി എടുക്കാം. കറി, ഓക്കെ, കറി. സക്കറിയിൽ നിന്ന് നമുക്ക് കറി എടുക്കാം. സാറ ജോസഫിൽ നിന്ന് സാറയും എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെച്ചേക്ക. എന്താണ് നമ്മുടെ ഇല്ല സേതു? എന്താണ് ഇല്ല സേതു? കറി സാറ അമ്മയ്ക്ക് കൊടുത്തു അല്ലെങ്കിൽ മാതാവിന് കൊടുത്തു എന്ന് ഓർത്തു വെച്ചേക്ക കേട്ടോ. ഇല്ല സേതു, നമ്മുടെ സേതു കറിയും ചോദിച്ചു വന്നതാണ്. അപ്പൊ ഇല്ല സേതു കറി സാറ മാതാവിന് കൊടുത്തു എന്ന് ഓർത്തു വെച്ചാൽ മാതൃഭൂമി പുരസ്കാരം 2021 തൊട്ട് 24 വരെ കിട്ടും. ഇനി പത്മപ്രഭാ പുരസ്കാരം 2021 തൊട്ട് 25 വരെ ഉള്ളതുണ്ട്. 21 22 കൊടുത്തില്ല. അപ്പൊ ഇല്ല എന്ന് തന്നെ പഠിച്ചു വെച്ചോ. 2023 സുഭാഷ് ചന്ദ്രൻ, 2024 റഫീഖ് അഹമ്മദ്, 2025 ആലങ്കോട് ലീല കൃഷ്ണൻ. ഓക്കെ, 2021 22 കൊടുത്തില്ല. 23 സുഭാഷ് ചന്ദ്രൻ, 24 റഫീഖ് അഹമ്മദ്, 25 ആലങ്കോട് ലീല കൃഷ്ണൻ. ഇതെങ്ങനെ പഠിക്കും? അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർക്കുക. പ്രഭ, നമുക്ക് പത്മപ്രഭയിലെ പ്രഭ എങ്ങനെ എടുക്കാം? ചന്ദ്രന് പ്രഭ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ചന്ദ്രന്റെ അഹമ്മദിയാണ് ആ ഒരു പ്രഭ കേട്ടോ. ഓർത്തു വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ പ്രഭയുള്ള ചന്ദ്രന്റെ അഹമ്മദി കണ്ടിട്ട് ആല് അഹങ്കരിക്കുന്നു എന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രഭ വെച്ചിട്ട് ഇങ്ങനെ ഓർത്തു വെച്ചേക്ക. ഇല്ല ചന്ദ്രന്റെ അഹമ്മദി ആലിന്റെ പ്രഭയായി എന്ന് ഓർത്തു വെച്ചാലും മതി കേട്ടോ. ഇല്ല ചന്ദ്രന്റെ അഹമ്മദി ആലിന് പ്രഭയായി എന്ന് പഠിച്ചു വെച്ചാൽ ഇല്ല ചന്ദ്രന്റെ അഹമ്മദി. അപ്പൊ 23 24. ഓക്കെ, അപ്പൊ ആലിന് പ്രഭയായി ആലങ്കോട് ലീലാകൃഷ്ണൻ. പ്രഭ എന്താണ്? പത്മപ്രഭ പുരസ്കാരമാണെന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി വയലാർ പുരസ്കാരം 2021 തൊട്ട്
24 വരെ പഠിക്കണം. 2021 വയലാർ പുരസ്കാരം 45ാമത്തെ വയലാർ പുരസ്കാരം ആർക്കാ കിട്ടിയത്? ബെന്യാമിനാണ് കിട്ടിയത്. ഏതാ കൃതി? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഓക്കെ. 22 ആർക്കാ കിട്ടിയത്? എസ് ഹരീഷിനാണ് കിട്ടിയത്. മീഷ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള ജീവിതം ഒരു പെൻഡുലത്തിനാണ് വയലാർ അവാർഡ് കിട്ടിയത്. 2024 അശോകൻ ചരുവിന് വയലാർ അവാർഡ് കിട്ടി കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ പഠിച്ചു വെക്കും? ഇതും പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ബനിയൻ, നമ്മുടെ ബോയ്സ് ഒക്കെ ഇടുന്ന അകത്ത് ഇന്നർ ആയിട്ട് ഇടുന്ന സംഭവം ഉണ്ടല്ലോ, ബനിയൻ. അപ്പൊ ബനിയൻ ഇട്ട ഹരി. ഓക്കെ. ബനിയൻ ഇട്ട ഹരി തമ്പിയുടെ വയലിൽ ചാരി നിന്നു എന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ബനിയൻ ഇട്ട ഹരി, ബെന്യാമിനെ നമുക്ക് ബനിയനുമായിട്ട് കണക്ട് ചെയ്യാം. ബനിയൻ ഇട്ട ഹരി, അപ്പൊ എസ് ഹരീഷ് ഹരിയായി. ഓക്കെ. ഇനി എന്താണ്? ബനിയൻ ഇട്ട ഹരി തമ്പിയുടെ വയലിൽ ചാരി നിന്നു എന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വയലാർ അവാർഡ് കിട്ടും. അപ്പൊ ബനിയനിൽ നിന്ന് നമുക്ക് ബെന്യാമിനെ കിട്ടും. ഹരിയിൽ നിന്ന് നമുക്ക് ഹരീഷിനെ കിട്ടും. തമ്പിയുടെ വയല്, അപ്പൊ തമ്പി എന്ന് പറയുമ്പോൾ ശ്രീകുമാരൻ തമ്പി, വയലിൽ എന്ന് നമ്മൾ അവിടെ കണക്ട് ചെയ്തത് വയലാർ അവാർഡ് ആണ് എന്ന് ഓർക്കാനാണ് കേട്ടോ. ചാരി നിന്നു എന്ന് പറയുമ്പം ചരുവിൽ, ചരുവിൽ എന്ന് കണക്ട് ചെയ്യുക. അശോകൻ ചരുവിൽ. ഓക്കെ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമുക്ക് കോഡ് വെച്ച് പഠിക്കാനായിട്ട് പറ്റുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എന്താണ് പുതുതായിട്ട് അങ്ങനെ അപ്ഡേഷൻ ഇല്ല, എന്നാലും പഠിച്ചു വെക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ കാണാതെ പഠിക്കുക. വള്ളത്തോൾ പുരസ്കാരം 2017, 18, 19 കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കൊടുത്തിട്ടില്ല. 2017 വള്ളത്തോൾ പുരസ്കാരം ആർക്കാ കിട്ടിയത്? പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയത്. 2018 എം മുകുന്ദന് കിട്ടി. 2019 പി സക്കറിയയ്ക്ക് കിട്ടി. ഓക്കെ. ഇനി മുട്ടത്ത് വർക്കി പുരസ്കാരം ആർക്കാ കിട്ടിയത്? 2018 കെ ആർ മീരയ്ക്ക് കിട്ടി. 2019 നമ്മുടെ ബെന്യാമിനും കിട്ടി. ഓക്കെ. ഇനി ആശാൻ സ്മാരക പുരസ്കാരം 2021 കെ ജയകുമാറിനും 2022 കുരീപ്പുര ശ്രീകുമാറിനുമാണ് കിട്ടിയത്. പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇതൊന്നും പുതിയ അപ്ഡേഷൻ വരാത്തതാണ്, അത്ര അങ്ങോട്ട് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും അറിഞ്ഞു വെക്കുക കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് കേരള പുരസ്കാരം കൂടെ ഇതിന്റെ കൂടെ അങ്ങ് പഠിച്ചേക്കാം. അത് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലിറ്ററസി അവാർഡിന്റെ കൂടെ കൊണ്ടുവന്നത്. ഓക്കെ. അപ്പൊ കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? 2024 കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് നമ്മുടെ എം കെ സാനുവിനാണ്. ആർക്കാണ്? എം കെ സാനുവിനാണ്. നമ്മുടെ കേരള പുരസ്കാരങ്ങൾ 2024 കൊടുത്തു. കേരള ജ്യോതി കിട്ടിയത് എം കെ സാനുവിനാണ്. കേരള പ്രഭ കിട്ടിയത് ആർക്കാണ്? പ്രഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. നമ്മുടെ പ്രഭയൊക്കെ ഉള്ളത്, സൂര്യന്റെ പ്രഭയും ചന്ദ്രന്റെ പ്രഭയൊക്കെ അറിയുന്നത് ബഹിരാകാശത്ത് പോകുമ്പോഴാണ്. അപ്പൊ ബഹിരാകാശമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി ആരാണ്? എസ് സോമനാഥ്. നമ്മുടെ ISROയുടെ പഴയ ചെയർമാനായിരുന്ന എസ് സോമനാഥിന് കിട്ടി. ഇനി ഭുവൻ എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു സാറ്റലൈറ്റ് ഉണ്ട് കേട്ടോ, ഭുവൻ. അപ്പൊ നമ്മുടെ ഭുവനേശ്വരി അങ്ങനെ കണക്ട്, അല്ലെങ്കിൽ നമ്മുടെ വെളിയിൽ നിന്ന് നമ്മുടെ ഭൂമിയെ കാണാം, ഭുവൻ. ഓക്കെ. അങ്ങനെ വല്ലതും കണക്ട് ചെയ്ത് വെച്ചാലും മതി. അപ്പൊ ഭുവനേശ്വരി സോമനാഥ് രണ്ടും സ്പേസുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് ആയിട്ട് അങ്ങ് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ പ്രഭ വെളിയിലാണുള്ളത്, സ്പേസിലാണുള്ളത്. എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് കിട്ടിയത്. ഓക്കെ. കേരളശ്രീ കുറച്ചധികം പേർക്ക് കിട്ടി, അറിഞ്ഞു വെച്ചേക്കുക. കലാമണ്ഡലം വിമല മേനോൻ, TK ജയകുമാർ ആരോഗ്യരംഗം, നാരായണ ഭട്ടതിരി കാലിഗ്രാഫി, സഞ്ജു സാംസൺ നമ്മുടെ കായിക രംഗം, ഷൈജ ബേബി സാമൂഹിക സേവനം, VK മാത്യൂസ് വ്യാവസായികം, വാണിജ്യം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്താണ് ഇവർക്ക് ഇത്രയും പേർക്കും കേരളശ്രീ പുരസ്കാരവും കിട്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ കോഡുകളാണ്. നിങ്ങൾക്ക് ഒരു 2 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാമിന് ഇത് ഓർമ്മ വരും. നിങ്ങൾക്ക് എക്സാമിന് എഴുതാനും സാധിക്കും. അപ്പൊ ഇത് എവിടെയെങ്കിലും ഒന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന്റെ തലേന്ന് ഒന്ന് വായിച്ചു നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.